ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ചാനൽ ആദ്യമായി കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ്. എൻ്റെ പേര് രാജ്. കഴിഞ്ഞ 8-9 വർഷമായി ഓസ്ട്രേലിയയിലെ മെൽബണിൽ താമസിച്ചു വരുന്നു. ഓസ്ട്രേലിയയെ പറ്റിയുള്ള വീഡിയോസ്, ട്രാവൽ വീഡിയോസ്, സിനിമ പറ്റിയുള്ള റിവ്യൂസ് എന്ന പേരിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, ആസ്വാദനങ്ങൾ ഒക്കെ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ചാനൽ ബേസിക്കലി പോകുന്നൊരു ലൈൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ, ലൈക്ക് ദ വീഡിയോസ് ഇഫ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ ഞാനൊരു കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിലെ അപ്ഡേറ്റ്സിനെ പറ്റി. ബേസിക്കലി റെഗുലറായിട്ടൊരു വീക്ക്ലി അപ്ഡേറ്റ്സ് പോലെ ചെയ്യണമെന്നുണ്ടായിരുന്നു, കഴമ്പുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സോ വീഡിയോ അങ്ങനെ വലിച്ചു നീട്ടി ഒരുപാട് പോയിൻറ്റ്സ് ഞാൻ പറയുന്നില്ല, വളരെ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ പ്രസക്ത ഭാഗങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. സോ ബേസിക്കലി എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി മൈഗ്രേഷന് വേണ്ടി ട്രൈ ചെയ്യുന്നവർ ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോസിലെ പോലെ ഒരുപാട് ഡൈലമയിലായിരിക്കും അറ്റ് ദ മൊമെൻറ്റ്, വേണോ വേണ്ടയോ, ഇത് റൈറ്റ് ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനെ ഇവിടുത്തെ ഗവൺമെൻറ് എങ്ങനെ കാണുന്നു, ഈ പ്രൊട്ടസ്റ്റുകൾക്കെല്ലാം ഗവൺമെൻറ് എന്ത് മറുപടി കൊടുക്കുന്നു, അവർ അതിന് എന്ത് വെയിറ്റേജ് കൊടുക്കുന്നു എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധൈര്യം തരിക എന്നുള്ളൊരു പ്രോസസ്സാണ് ചെയ്യുന്നത്. കാരണം ഇതേ പൈസയും സമയവും ഒരുപാട് അധ്വാനമൊക്കെ ചെയ്ത് ഒരു പ്രോസസ്സിലൂടെ വന്ന ഒരാൾ കൂടെയാണ് ഞാൻ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, 2024 തൊട്ട് 2025 വരെയുള്ള മൈഗ്രേഷൻ പ്ലാനിൽ എത്ര നമ്പേഴ്സാണോ ഗവൺമെൻറ് ഒതുക്കിയത്, അതായത് അന്നത്തെ നമ്പർ 1,85,000 നമ്പേഴ്സ് ഓഫ് വിസയായിരുന്നു ഗവൺമെൻറ് പ്ലാൻ ചെയ്തിരുന്നത്. 2025 ടു 2026 ഇത്രയും പ്രൊട്ടസ്റ്റുകൾ വന്നതിന് ശേഷവും ഗവൺമെൻറ് സെയിം നമ്പർ, അതായത് 1,85,000 പ്ലേസസ്, വിസ, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് അവരിപ്പോഴും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് വെട്ടിക്കുറച്ചിട്ടില്ല, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇത് വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ച് പറയുന്നതും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇത് തന്നെ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിൻ്റെയും കാരണം, ഈ നാട്ടിൽ സ്കിൽ ഷോർട്ടേജ് ഉണ്ട്. ഇവിടെ എമിഗ്രൻസ് ഇല്ലാതെ ഈ പരിപാടികളൊന്നും നടക്കില്ല. വേൾഡിലെ മൊത്തമുള്ള എമിഗ്രേഷൻ പോളിസി ചേഞ്ചും ഫ്രസ്ട്രേഷനും കാര്യങ്ങളുമൊക്കെ വരുന്നതിൻ്റെ ഒരു ഫോളോ അപ്പായിട്ട് ഇവിടെയും കുറച്ച് സമരങ്ങളും പ്രൊട്ടസ്റ്റുകളും ഒക്കെ വന്നു എന്നേ ഉള്ളൂ. ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് കമൻസിലും അല്ലാതെയും ഒക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയിൽ ഇത് വളരെ എവിഡൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ 71% അവരുദ്ദേശിച്ചിരിക്കുന്നത് സ്കിൽഡ് മൈഗ്രേഷനാണ്. ഈ 1,85,000 എന്ന് പറഞ്ഞ നമ്പേഴ്സിൽ 71% സ്കിൽഡ് മൈഗ്രേഷൻ. അപ്പോൾ സ്കിൽഡ് മൈഗ്രേഷനിലെ ഷോർട്ടേജ് എന്താണെന്നുള്ളൊരു ഐഡിയ തന്നെ നിങ്ങൾക്ക് കിട്ടും. 71% സ്കിൽഡ് മൈഗ്രേഷനിൽ ഒതുക്കി കഴിയുമ്പോൾ എൻ്റെ ഒരു സജഷൻ മാത്രമാണ്, ഇപ്പം മെയിൻ ആയിട്ടുള്ള സിറ്റീസ് മെൽബൺ, സിഡ്നി, അതൊക്കെ വിട്ടിട്ട് കുറച്ച് എന്താ പറയുക, റീജിയണൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്ലേസസ് ഉണ്ട്. നിങ്ങൾ ഒരു ഇമിഗ്രേഷൻ ഏജൻറ്റുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ പ്ലേസസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അങ്ങോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ സ്വപ്നം കുറച്ചുകൂടെ പെട്ടെന്ന് നടക്കാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എഗെയിൻ, ഞാനൊരു മൈഗ്രേഷൻ ഏജൻറ്റോ ഒരു സ്പെഷ്യലിസ്റ്റോ അല്ല. യു ഷുഡ് ഡു യുവർ റിസർച്ച് തറലി. അതാണ് ഈ കാര്യത്തിൽ ഞാൻ എല്ലാവരോടും പറയുക. അപ്പോൾ 71% ഓൾമോസ്റ്റ് സ്കിൽ മൈഗ്രേഷന് വേണ്ടിയിട്ടുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ബാക്കി വരുന്നതെല്ലാം പാർട്ട്ണർ വിസ, പിന്നെ അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ഈ പാർട്ട്ണറായിട്ട് വരുന്നവർക്കും സ്കില്ല് സെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കൂടുതൽ അഡ്വാൻറ്റേജ് ആണ്. ഇതിനെല്ലാം ഞാൻ ഈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു മൈഗ്രേഷൻ ഏജൻറ്റുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബെറ്റർ ഐഡിയ കിട്ടും. പക്ഷേ ഈ ലിങ്ക്, താഴെ ഇരുന്ന ലിങ്കിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ആക്ച്വൽ റിക്വയർമെൻറ്റിനെയും കാര്യങ്ങളെയും പറ്റിയുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിലോട് തന്നെ കൂടുതൽ ഓടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോഡാണ് യൂസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണ്, ഈ ഒരു ഹോം അഫയേഴ്സിൻ്റെ വെബ്സൈറ്റ് നിങ്ങളൊരു ബൈബിളായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കൂടുതൽ റിസർച്ച് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് എന്താണ്, അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന മെഷേഴ്സൊക്കെ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഏതാണ്ട് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിൻ്റെ മറ്റൊരു ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ചിലർ പറയുന്നുണ്ട് ഒരുപാട് ഇമിഗ്രൻസ് വരുന്നുണ്ട്, പക്ഷേ ഇവിടെ ഹൗസിങ് ക്രൈസിസ് ഭയങ്കരമായിട്ടുണ്ട്, അത് ഇതുവരെയും ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇത് കൺസ്ട്രക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടുമായിട്ടും അവരുടെ മെയിൻ ബോഡിയായിട്ടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പറഞ്ഞാൽ, ഇനി ഹൗസിങ് റിക്വയർമെൻറ്റ്സ്, ആൾക്കാർ വരുന്നതല്ല പ്രശ്നം, ബേസിക്കലി ഹൗസിങ് റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യാനുള്ള ലേബർ ഫോഴ്സ് ഇവിടെ ഇപ്പോഴും ഇല്ല. സോ അതൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള മൈഗ്രൻസ് വന്നാൽ മാത്രമേ അതൊക്കെ ഇവിടെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഇതെല്ലാം ഒരു എന്താ പറയുക, ഓരോ പ്രശ്നങ്ങളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ കാണേണ്ടതാണ്. ഒന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് റെക്ടിഫൈ ആവുമായിരിക്കും. അത്രയും
ഇലോബറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് എനിക്ക് അതിനുള്ള സൊല്യൂഷനൊന്നും പറയാനറിയില്ല. പക്ഷേ ഇത് വളരെ സില്ലി ആയിട്ട് തോന്നും ചില സമയത്ത് ഇവർ പറയുന്നത്. എപ്പോഴും എവിടെയും എനിക്ക് തോന്നുന്നു ഒരു കോമൺ എനിമി മനുഷ്യർക്ക് വേണം. ഇവർ കാരണമാണ് ഞങ്ങൾ സഫർ ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ബട്ട് ഇതാണ് ആക്ച്വൽ സിനാരിയോ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ ക്രൈംസ് ഇൻ വിക്ടോറിയ, അങ്ങനെ ഒരു വീഡിയോ ലാസ്റ്റ് വീക്ക് ചെയ്തിരുന്നു. വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. വളരെ പേടിയുണ്ട് എന്നൊക്കെ ക്രൈംസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ലോ മോഡിഫിക്കേഷൻസ് എല്ലാം ലാസ്റ്റ് വീക്ക് വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ബെയിലിൻ്റെ ലോസ് എല്ലാം കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കി, ജാമ്യം അനുവദിച്ചിട്ട് ഒരാൾ പോയിട്ട് ക്രൈം റേറ്റ്സ് എല്ലാം കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും മുമ്പ് പോലീസിന് അത്രയും അധികാരങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർക്ക് കുറച്ചുകൂടെ അറസ്റ്റും ഈ ഡിഗ്രി ഓഫ് ക്രൈംസ് അവർ വീണ്ടും കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെയിൽ ക്യാൻസൽ ചെയ്യാതെ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ളതും അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു മെഷറ്റി ബാൻ ചെയ്തിട്ടുണ്ട്. ഇനി എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാനുള്ള കുറച്ച് പവറെല്ലാം പോലീസിന് കൊടുത്തു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതിനെപ്പറ്റി എനിക്കൊരു ടോട്ടൽ ഐഡിയ എനിക്കിതുവരെയും കിട്ടിയിട്ടില്ല. ഞാനങ്ങനെ ഒരു ഫുൾ റിസർച്ച് ഒന്നും നടത്തിയിട്ടില്ല. അതിൻ്റെയും ഒരു ഡോക്യുമെൻറ്റ് ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് ലോസ്, ന്യൂ മോഡിഫൈഡ് ലോസ് പുട്ടിങ് ഇൻ പ്ലേസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ അത് തീർച്ചയായിട്ടും ക്രൈം റേറ്റ്സ് കുറച്ചുകൂടെ താഴെ കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്നു. സോ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഡെഫിനറ്റ്ലി ചെയ്യാം. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ. മൈഗ്രേഷനെ പറ്റിയിട്ടുള്ള മേജറായിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു. എനിക്കറിയാവുന്ന ഒരു ഇമിഗ്രേഷൻ ഏജൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. പ്ലീസ് ടു കോൺടാക്റ്റ് ഹിം. കാരണം എന്നോട് ഡയറക്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ക്ലിയറാക്കി പറഞ്ഞു തരാനുള്ള നോളേജ് എനിക്കില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 8-9 വർഷം മുമ്പ് നടത്തിയ മൈഗ്രേഷൻ ലോസും കാര്യങ്ങളും എല്ലാം ഇപ്പം നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സോ പ്ലീസ് കോൺടാക്റ്റ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ലൈക്ക് ദ വീഡിയോ. താങ്ക് യു.